السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. നമ്മൾ പഠിച്ചു പോരുന്ന നോട്ടിൻ്റെ 11-ാമത്തെ അധ്യായത്തിലൂടെയാണ് നമ്മൾ യാത്രയായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, ഭൂമിലോകത്തൊരുപാട് ജീവജാലങ്ങളുണ്ട്. അതിലൊക്കെ ഏറ്റവും പ്രധാനമായി അള്ളാഹു ഈ ഭൂമിയിലേക്ക് 2 വിഭാഗങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞത് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, പിന്നെ മറ്റു സസ്യങ്ങളാവട്ടെ, വൃക്ഷങ്ങളാകട്ടെ, പ്രാണികളാകട്ടെ, വന്യമൃഗങ്ങളാകട്ടെ, പറവകളാകട്ടെ, ആഴിയിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളാവട്ടെ, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സൃഷ്ടിച്ച 2 വിഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 വിഭാഗത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിടത്ത് അല്ലാഹു പഠിപ്പിച്ച വാചകം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ആണ്. ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഈ 2 വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പഠിപ്പിച്ചത് ആരാധനകളായി നിർവഹിക്കേണ്ട ഇബാദത്തുകളുടെ കാര്യത്തിൽ അള്ളാഹു ഈ 2 വിഭാഗത്തെ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്, അല്ലേ? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. എല്ലാം അല്ലാഹുവിനെ സ്തുതിക്കുന്നു. എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ മാലിക്കുൽ മുലൂക്കായ റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, ഓർത്തുകൊണ്ടിരിക്കുന്നു, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരു ചെടി വരെ അള്ളാഹുവിന് ദിക്റെടുക്കുന്നു. പക്ഷെ ഒരു 2 വിഭാഗത്തെ അല്ലാഹു പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ 2 വിഭാഗവും ബുദ്ധി കൂടുതലുള്ള മനുഷ്യന്മാരാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുണ്ട് എന്ന് അവകാശപ്പെടുന്നവൻ പക്ഷേ ചില വിഷയങ്ങളിൽ ബുദ്ധികേട് കാണിക്കുകയും ചെയ്യും, വിവരക്കേട് കാണിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനോട് മാത്രം ഈ ഒരു പ്രത്യേകമായി ഈ ഒരു വിഷയം എടുത്തു പറയാനുള്ള കാരണം. അള്ളാഹനെ ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ അതേ ഖുർആൻ തന്നെയാണ് മറ്റു സൃഷ്ടികളെ സംബന്ധിച്ച് പറഞ്ഞത്. സകല വസ്തുക്കളും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ മനുഷ്യന്മാർ വ്യത്യാസമാണ്. മനുഷ്യൻ നന്ദി കെട്ടവനുമുണ്ട്, നന്ദി കെടാത്ത അല്ലെങ്കിൽ നന്ദി കാണിക്കുന്നവനുമുണ്ട്. 2 വിഭാഗം മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച വാചകം അതാണ്, ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നന്ദിയുടെ മാർഗം, നന്ദിയുള്ളവരുടെ മാർഗവും നന്ദി കെട്ടവരുടെ മാർഗവും അല്ലാഹു വേർതിരിച്ച് പഠിപ്പിച്ചു തന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചത്, നിങ്ങൾക്ക് 2 വഴികൾ നാം കാണിച്ചു തരുന്നുണ്ട്, 2 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ആ 2 മാർഗങ്ങളിൽ ഒന്ന് നന്ദിയുള്ളവരുടെ പാതയാണ്, 2
നന്ദി കെട്ടവരുടെ പാതയാണ്. ഇത് മനുഷ്യനോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞ. പക്ഷെ മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും എന്താ ചെയ്ത്? നന്ദി കെട്ട വഴിയാണ് തെരഞ്ഞെടുത്തത്. അള്ളാഹിൻ്റെ കൽപ്പന ലംഘിക്കണ, പടച്ച റബ്ബിൻ്റെ നിയമങ്ങളെ മറികടന്ന് ജീവിക്കുന്ന, അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ള വസ്തുക്കളെ ആരാധിക്കുന്ന ആരാധനകളിലേക്ക് മനുഷ്യന്മാർ കടന്നുപോയി എന്നുള്ളതാണ്. മഹാനേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വാചകവും അതാണ്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അദ്ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന ഇല്ലേ? പ്രാർത്ഥന ഇല്ലേ? എന്താണ്? ആരാധനയാണ്, ഇബാദത്ത്. പ്രാർത്ഥന എന്നുള്ളത് ആരാധനയാണ്. ആരാധന ആർക്ക് മാത്രമേ പാടുള്ളൂ എന്ന് റബ്ബ് പറഞ്ഞത്? അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്നത് കാണാം. എന്നിട്ട് അള്ളാഹു തുടർന്ന് ഓതിത്തന്ന വചനമാണ് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഉണ്ടോ? ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോന്ന്. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എല്ലാ പ്രശ്നങ്ങൾക്കും ആരോട് പറയണം? അള്ളാഹിനോട് പറയണം. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ആരോട് പറയണം? അള്ളാഹിനോട് പറയണം. കാലുമത്തെ ചെരുപ്പിന്റെ വാറ് പൊട്ടി, പോക്കറ്റിലെ പൈസ കൊടുത്താൽ ചെരുപ്പിട്ടൂലേ? കിട്ടും. പക്ഷെ അത് കിട്ടണമെങ്കിൽ ആരോട് ചോദിക്കണം? നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, നമുക്ക് അന്നം നൽകുന്ന റബ്ബ്, നമുക്ക് സമ്പാദ്യം നൽകുന്ന റബ്ബ്, അവനോട് പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞേ. അവനോട് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? ഇന്നത്തെ കാലത്ത് ഒരു ചെരുപ്പിട്ട എന്നുള്ളതൊന്നും വലിയ പരീക്ഷണമൊന്നുമല്ല അല്ലേ? പണ്ട് കാലങ്ങളിലൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ പോലും അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പറയുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹു വാഗ്ദാനം നൽകി. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുന്നവർക്കാണ് റബ്ബിന്റെ പരിഗണന ലഭിക്കുക എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഏതൊരു വിഷയത്തിലും ദുആ ഇരക്കുന്ന ആളുകൾക്കാണ് അള്ളാന്റെ പരിഗണന ലഭിക്കുക. അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിന്റെ 77-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചത് ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫസൗഫ യകൂനു ലിസാമാ. സൂറത്തുൽ ഫുർഖാനിൽ നമ്മളിങ്ങനെ വിശ്വാസികളുടെ ഗുണങ്ങൾ അള്ളാഹു ഇങ്ങനെ പഠിപ്പിച്ചു പോരുന്നിടത്ത് അള്ളാഹു എടുത്ത് പറഞ്ഞ കാര്യമാണ്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. ഖുൽ നബിയെ പറയണം അവരോട്, മാ യഅബഉ ബികും റബ്ബി, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ആ രക്ഷിതാവ് എൻ്റെ റബ്ബ് എന്നെ എങ്ങനെ പരിഗണിക്കാനാണ് എന്നല്ലാഹു ചോദിക്കുകയാണ്. എങ്ങനെ പരിഗണിക്കാനാണ്? നിന്റെ റബ്ബ് നിന്നെ എങ്ങനെ പരിഗണിക്കാനാണ്? ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. എന്നാൽ നിങ്ങളിൽ നിഷേധിച്ച് തള്ളുകയാണ്, നിങ്ങളതിനെ നിഷേധിച്ച് തള്ളിയിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. കണ്ടോ? പ്രാർത്ഥന ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു കാര്യത്തിലും ദുആ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ പരാജയമാണ്. അവൻ്റെ ജീവിതം എന്താവും? പരാജയമാവും. ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായി റബ്ബിനോട് നിരന്തരം ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും നമ്മളെ കൂട്ടത്തിൽ? നിരന്തരമായി എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ഞാൻ കൽബിനെ അടുപ്പിച്ച് ഏത് സമയത്തും ദുആ ഇരുന്നു കൊണ്ടിരിക്കുന്ന പ്രവണത ഇന്ന് വളരെ വിരളാണ്, ഇന്ന് വളരെ കുറവാണ്. കേട്ടോ, എൻ്റെ വാപ്പ ഒരു ദിവസം പറഞ്ഞു, പിന്നെ ഞങ്ങൾ പണ്ട് കാലങ്ങളിലൊക്കെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോലും, മഴ വരുന്ന സമയത്ത് ദുആ ചെയ്യാൻ വേണ്ടി മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരമുണ്ട്. അപ്പം അതിന് പോകുമ്പോൾ കുട കയ്യിൽ പിടിച്ചിട്ട് പോകും. എന്തിന്?
മഴ ഇല്ലാത്ത കാലത്ത് ഒരുത്തം കുടം കയ്യിൽ പിടിച്ച് അങ്ങാടി പോയി എന്ന് നമ്മളവനെ പറ്റി എന്താ പറയാ? എന്തോ സംഭവം ഇവിടെ പേച്ചക്കണെന്നല്ലേ പറയാ അല്ലേ? ഇതേപോലത്തെ ഒരു സംഭവം ആളുകൾ കുട കയ്യിലെടുത്തിട്ട് ദുആ ഇറക്കാൻ അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ പിന്നെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ആലോചിച്ച് എന്താണതിൽ നിന്നുള്ള പാടെന്താ? എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് തരുമെന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നമുക്കുണ്ടാവും. ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് എനിക്ക് തരും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടാവും. ആ പ്രതീക്ഷയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം. ആ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാവണമെന്ന് അല്ല തരുമെന്ന് റബ്ബ് പറഞ്ഞു. അല്ല തരുമെന്ന് റബ്ബ് പറഞ്ഞു. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. അല്ല ചോദിച്ചാൽ അല്ല പറയാണ്, നിങ്ങൾ ദുആ ഇറക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ അള്ളാന്റെ പരിഗണന ലഭിക്കും. ആ പരിഗണന ലഭിക്കുന്ന പ്രാർത്ഥന ഏതാണ്? പരിഗണന ലഭിക്കുന്ന രൂപത്തിലുള്ള ദുആ ഏതാണ്? ദുആക്ക് ഒരുപാട് ഷർത്തുകളും നിബന്ധനകളൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ നേരിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് ദുആയാണ്, പ്രാർത്ഥനയാണ്. പക്ഷേ ഒരു ഹംദ് ചൊല്ലി ഒരു സ്വലാത്ത് തുടങ്ങി അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അസ്മാഅകൾ എടുത്തു പറഞ്ഞ് നാമങ്ങൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട്, അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ചെയ്ത തെറ്റിനെ റബ്ബേ നീ എനിക്ക് പുറത്തു തരണം. നമ്മൾ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ തൗബ വർദ്ധിപ്പിക്കാൻ, അതിനു മുമ്പ് നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ യാ റബ്ബി, യാ റഹ്മാൻ, യാ റഹീം, യാ ജലാൽ ഉണ്ടോ, ഇങ്ങനെയുള്ള നാമങ്ങൾ, ഇങ്ങനെ അളീമായ റബ്ബിൻ്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരാൾ ദുആ ഇറക്കുകയാണെങ്കിൽ ആ ദുആക്ക് ഒരു പ്രത്യേക പരിഗണനയുണ്ട് അല്ലേ? പിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാത്രയുടെ സമയം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ഒരാൾ യാത്ര ചെയ്യാണ്, യാത്രയുടെ സന്ദർഭത്തിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം ഏതാന്ന് വെച്ചാൽ യാത്രൻ്റെ സമയമാണ്. എന്നിട്ട് നമ്മുടെ യാത്രൻ്റെ കോലം എന്താ? ദുആ ഇറക്കലുണ്ടോ? അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടുള്ള യാത്രയാണോ നമ്മുടെ യാത്ര എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു ചെറിയ താളത്തിലുള്ളൊരു പാട്ട് വേണം നമ്മളെ വണ്ടിയിൽ അല്ലേ? അതല്ലെങ്കിൽ ഹെഡ്സെറ്റെങ്കിലും ചെവി തിരികുണ്ടാവും. എന്നിട്ടിങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഓർമ്മ വന്നാൽ എന്തെങ്കിലും ഒരു ദിക്ർ ചൊല്ലും, അത്രയും ആത്മാർത്ഥത ഉള്ളവന്. ഇനിയിപ്പോൾ അതല്ലെങ്കിലോ, അല്ലെങ്കിൽ ആ പാട്ടും ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയാണ്. വിനോദയാത്ര എന്ന പേരിന്, പല യാത്രകൾക്കുള്ള പേരെന്താണ്? വിനോദയാത്രയാണ്. ആ യാത്രയുടെ സന്ദർഭത്തിൽ അള്ളാനെ മറന്നുപോകുന്ന അവസ്ഥയാണ് പലപ്പോഴും നമുക്കുള്ളത്. പക്ഷേ നമ്മൾ അള്ളാനെ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണേത്? യാത്രയുടെ സമയം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏത് കാര്യങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യാൻ തീരുമാനിച്ചാലും നിങ്ങളുടെ യാത്രയുടെ സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ യാത്രാവേളയിലുള്ള ദുആക്കും അള്ളാഹുവിനും ഇടയിൽ മറയില്ലാതെ റബ്ബ് സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി മുതലൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, മനസ്സിലൊന്ന് കുറിച്ചിട്ടോളി. യാത്രൻ്റെ സമയത്ത് ആവശ്യങ്ങൾ അള്ളാഹിനോട് പറയാം. അത് ഹജ്ജ് യാത്രയ്ക്ക് മാത്രമല്ല, ഉംറയുടെ യാത്രയിൽ മാത്രമല്ല, നമ്മളൊരു വിദൂര യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് എല്ലാവരും പ്ലാൻ ചെയ്ത് പോണ സമയത്ത് പ്രാർത്ഥനകൾ ചൊല്ലി നമ്മളെ വാഹനത്തിൽ കയറി ഇരുന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങേ അറ്റം വരെ ദുആ ചെയ്യണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഏത്? ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴും പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും പ്രാർത്ഥിച്ച് യാത്രക്കൊരു ഹരം കിട്ടിയില്ല എന്ന് പറച്ചിലുണ്ട് ചില ആൾക്കാർ. അങ്ങനെയല്ല, ചില ആൾക്കാർ അങ്ങനെയാണ്. അങ്ങനെ ഒരു കുടുംബമൊക്കെ ആയിട്ട്, ഞാനിപ്പം നിൻ്റെ കുട്ടികളായിട്ട് ഒരു യാത്ര പോകണം എന്നൊക്കെ പറഞ്ഞൊരു ഭർത്താവ് വണ്ടി കയറ്റിയിരുത്തി, എല്ലാവരും കയറ്റൊക്കെ ഇരുത്തി, ഒറ്റ പ്രസംഗടന. അങ്ങോട്ട് പോകുമ്പോൾ ഒരു വഴലൂട്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വഴലൂട്ടും. കുടുംബത്തിനായിട്ട് എന്തിനാണ് പോയത്? ഒരു ഹാപ്പി ആകാൻ, ഒരു ഫ്രീഡം കിട്ടാൻ. അങ്ങനത്തെ യാത്രയല്ല ഞാൻ പറഞ്ഞത്. വയല് കേൾക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷേ ഫുള്ള് വയലായാലോ ആ യാത്രൻ്റെ ഹരം പോവും. അവിടെ ഹരം പോവുക പോയില്ല എന്നുള്ളതല്ല, അവിടെ ഒരു കാര്യങ്ങൾ കേട്ടു, നമ്മൾ ദീനി ചർച്ച ചെയ്തു പോയി, അതിൻ്റെ ഇടയിൽ നമ്മളെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യണം. ആ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. നമ്മുടെ മനസ്സിന് ഫ്രീഡം കിട്ടുന്ന, മനസ്സിനൊരു വിശാലത കിട്ടുന്ന പലതും ചർച്ച ചെയ്യണം. അതിൻ്റെ ഇടയിൽ നമ്മളെ ദുആ ഉണ്ടാവണം, അതിൻ്റെ ഇടയിൽ നമ്മളെ പ്രാർത്ഥന ഉണ്ടാവണം. എങ്കിൽ അള്ളാഹുവിൻ്റെ പരിഗണന നമുക്ക് ലഭിക്കും. ഏത് സന്ദർഭത്തിലും ദുആ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നോക്കി, നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ സമയമാണ് അല്ലേ? സുന്നത്ത് നോമ്പാവട്ടെ, ഫർള് നോമ്പാവട്ടെ, നോമ്പ് തുറക്കാൻ വേണ്ടി പാത്രത്തിന് മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് എല്ലാവരും നോക്കെന്താ, എല്ലാവർക്കും ഒക്കെ കിട്ടിയണോ
എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കിട്ടാണ്ടോ, ഇതൊക്കെയാണ് നോക്കുക അല്ലേ. ആ നോട്ടൊക്കെ ഒന്ന് നിർത്തിച്ചിട്ടേ നമ്മൾ ഈ വിഭവങ്ങളൊക്കെ ഒന്ന് മുന്നിൽ വെച്ച് ഇരുന്നിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അള്ളാഹിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. ആ ദുആക്കും അള്ളാഹുവിനോട് മറയില്ലാതെ റബ്ബ് സ്വീകരിക്കുന്ന. മനസ്സിലായോ? അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്കുള്ള സമയത്തുള്ള പ്രാർത്ഥന. ബാങ്ക് വിളിച്ചിട്ട് നിസ്കാരത്തിന് കാത്തിരിക്കുമല്ലോ നമ്മൾ ഇഖാമത്തിന് വേണ്ടി. പള്ളിയിൽ ജമാഅത്തിനൊക്കെ പോകുന്ന ആളുകൾക്കറിയാം കേട്ടോ. ജമാഅത്തിനൊക്കെ പള്ളിയിൽ പോകുന്നവർക്ക് പ്രത്യേകം അത് അനുഭവപ്പെടും. ഏത് ബാങ്ക് കഴിഞ്ഞു, ഇനി നിസ്കാരത്തിനെ കാത്ത് ജമാഅത്തിന്, പള്ളിയിലെ ജമാഅത്തിനെ പ്രതീക്ഷിച്ച് പള്ളിയിലിരിക്കുകയാണ്. ആ ഇടവേളയിലുള്ള സമയം അള്ളാഹുവിൻ്റെ അടുക്കൽ പെട്ടെന്ന് സ്വീകാര്യമായ സമയമാണ്. ആ സമയത്തൊക്കെ നമ്മൾ ദുആ ചെയ്യുക, പ്രാർത്ഥനകൾ, ആവശ്യങ്ങൾ അള്ളാഹിനോട് പറയാം. അങ്ങനെ പറയുന്ന പ്രാർത്ഥന അത് ആരോടാവണം? അള്ളാഹിനോട് മാത്രമാവണം എന്നുള്ളത് നിബന്ധനയാണ്. ലഹൂ ദഅവത്തുൽ ഹഖ്, ന്യായമായ പ്രാർത്ഥന, സത്യമായ പ്രാർത്ഥന. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇ ഇല്ലാ കബാസിത് കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാ വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിന്റെ 14-ാമത്തെ വചനം. അവിടെ അല്ലാഹ് പഠിപ്പിക്കണം എന്താ അറിയോ? ലഹൂ ദഅവത്തുൽ ഹഖ്, സത്യമായ പ്രാർത്ഥന, ന്യായമായ പ്രാർത്ഥന. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അത് റബ്ബിനോട് മാത്രമുള്ള പ്രാർത്ഥനയാണ്, യഥാർത്ഥമായ പ്രാർത്ഥന. ലാ യസ്തജീബൂന ലഹും ബിശൈഇ, റബ്ബല്ലാത്തവരോടുള്ള ദുആയില്ലേ, പടച്ച റബ്ബല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അത് ഏതുപോലെയാണ്? ലഹും ബിശൈഇൻ ഇല്ലാ കബാസിത് കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാ ഇല്ലാ കബാസിത് കഫൈഹി ഇലൽ മാ, വെള്ളത്തിലേക്ക് കൈനീട്ടി പിടിച്ചിട്ട് വെള്ളം ചോദിക്കുന്നത് പോലെയാണ്. വെള്ളത്തേക്ക് ഇങ്ങനെ കൈനീട്ടി പിടിച്ചിട്ട് വെള്ളം എന്ന് പറഞ്ഞ വായിക്ക് വെള്ളത്തോ എത്തൂല. റബ്ബല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അള്ളാഹു അല്ലാത്തവരോടൊരാൾ ദുആ ചെയ്യുന്നുവെങ്കിൽ ആ ദുആയെ റബ്ബ് ഉപമിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ വെള്ളത്തിലേക്ക് കൈനീട്ടി പിടിച്ചിട്ട് വെള്ളം ചോദിക്കുന്നത് പോലെയാണ് കെട്ടി ഉയർത്തിയ ഖബറിന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്, റബ്ബല്ലാത്ത വിഗ്രഹങ്ങളുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹു അല്ലാത്ത മഹാന്മാരെ വിളിച്ച് തേടുന്നത് ഏതുപോലെയാണ്? കൈനീട്ടി പിടിച്ചിട്ട് വെള്ളമെന്ന് ചോദിക്കുന്നത് പോലെ. വെള്ളം കിട്ടൂലല്ലോ എന്നതുപോലെ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം നൽകുകയില്ല. ആരെയും മഹാന്മാരാരും ഉത്തരം നൽകുകയില്ല. എന്നിട്ട് റബ്ബ് പറഞ്ഞത് ഇല്ലാ കബാസിത് കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫാ, അത് വെറും ഒരു പ്രവർത്തനം മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് റബ്ബല്ലാത്തവരോട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഇനിയും പഠിപ്പിക്കുന്നത് കാണാം. പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും മർമ്മമായ കൽപ്പന, ഒരുപാട് കൽപ്പനകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. നിസ്കരിക്കണം എന്നുള്ളത് കൽപ്പനയാണ്, നോമ്പെടുക്കണം എന്നുള്ളത് കൽപ്പനയാണ്, സ്വതക്ക ചെയ്യണം എന്നുള്ളത് കൽപ്പനയാണ്, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ളത് കൽപ്പനയാണ്, ഇസ്ലാമിന്റെ വേഷവിധാനം സ്വീകരിക്കണം എന്നത് കൽപ്പനയാണ്, കുടുംബങ്ങളെ നന്നായി പരിചരിച്ച് പരിപാലിച്ച് നോക്കണം എന്നുള്ളത് കൽപ്പനയാണ്, ദീനനുസരിച്ച് ജീവിക്കണം എന്നത് കൽപ്പനയാണ്, തഖ്വയുണ്ടാകണമെന്ന് എന്നത് കൽപ്പനയാണ്. ആൺകുട്ടി എങ്ങനെ വളർത്തണമെന്ന് റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്, പെൺകുട്ടി എങ്ങനെ വളർത്തണമെന്ന് റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്, ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് ഭർത്താവിനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഭാര്യമാരോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, മാതാപിതാക്കളെ എങ്ങനെ പരിചരിക്കണമെന്ന് മക്കളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, മക്കളെ എങ്ങനെ വളർത്തണമെന്നത് റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കൽപ്പനകൾ. കച്ചവടം എങ്ങനെ ഹലാലാകുമെന്ന കൽപ്പന റബ്ബ് നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഹറാമുകൾ എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ സകല മേഖലകളിലും വേണ്ട കൽപ്പനകളൊക്കെ റബ്ബ് നൽകിയിട്ടുണ്ട്. ഈ കൽപ്പനകളിലൊക്കെ ഏറ്റവും പ്രഥമമായ കൽപ്പന ഏതാ? ആ കൽപ്പനയാണ് ഈ കൽപ്പന. യാ അയ്യുഹന്നാസേ, ജനങ്ങളെ, ഏ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം കേട്ടോ. ഖുർആനിന്റെ കൽപ്പനയിലെ ഏറ്റവും പ്രധാനമായ കൽപ്പന ഇതാണ്. ഉഅ്ബുദൂ റബ്ബക്കും,
നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. കാരണം എന്തേ? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനവനാണ്. എന്തേ കാരണം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനുള്ള കാരണം നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ നിങ്ങൾക്കത് ഉപകരിക്കും. ഖുർആനിന്റെ മറ്റു കൽപ്പനകളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്തു വേണം? നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം. അല്ലാഹനോടാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടത് എന്ന് കണ്ടോ. പല പല രൂപത്തിലുള്ള പ്രാർത്ഥനകൾ ഉയർത്തുന്ന ആൾക്കാരുണ്ട്. വിഗ്രഹത്തിന്റെ മുന്നിൽ ചെന്ന് കാര്യങ്ങൾ പറയുന്നവർ, സങ്കടപ്പെട്ട് കരയുന്നവർ ഒക്കെ ഉണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ഇടയിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അല്ലാഹനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് റബ്ബ് കൽപ്പിച്ചിട്ടുള്ള വിഷയം. ഒന്നിനോടും ഒരു വസ്തുവിനോടും റബ്ബല്ലാത്ത, നോക്കി നിങ്ങൾ ഇവിടെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളയാണ്, ആ റബ്ബിനെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് പാർഷ്വാലിറ്റി ഇല്ലാത്ത, ഒരു വേർതിരിവില്ലാത്ത ആദർശമാണ്. വേർതിരിവില്ലാത്ത ആദർശമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഈ സുന്നി മുജാഹിദ് ഉണ്ടായത് എങ്ങനെ? പറയോ എങ്ങനെയുണ്ടായി? അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന ഖുർആനിന്റെ കൽപ്പന ഒരു വിഭാഗം പറഞ്ഞപ്പോ മറ്റൊരു വിഭാഗം പറഞ്ഞു അള്ളാഹനോടും പ്രാർത്ഥിക്കാം, റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി മഹാന്മാരോടും പ്രാർത്ഥിക്കാം. അള്ളാഹനോട് നേരിട്ട് ചോദിക്കുന്നതിനേക്കാൾ ഖൈറ് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി മഹാന്മാരെ ഇടയാളന്മാരായി വെക്കലാണ്. അത് ദീന് പഠിപ്പിച്ച വിശ്വാസമല്ല. അപ്പോൾ അവിടെ രണ്ട് ടീമായി, സ്വാഭാവികമാണ്, കക്ഷികളായി വേർതിരിഞ്ഞു അല്ലേ? ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ജൈനൻ ബൗദ്ധൻ എന്ന വേർതിരിവ് വന്നതെങ്ങനെ? ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും വേർതിരിഞ്ഞെങ്ങനെ? ഈ ആരാധനയുടെ പേരിലാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം പല പണ്ഡിതന്മാരും എഴുതി വെച്ച വാക്കുകൾ കാണാം. ഒരു പുൽക്കൊടി നീക്കാൻ പോലും ദൈവത്തിന്റെ കഴിവ് കിട്ടിയവർക്കല്ലാതെ സാധ്യമല്ല. ഒരു പുൽക്കൊടി നീക്കാൻ ഒരു മഹാനെ കൊണ്ടും കഴിയില്ല, അള്ളാന്റെ കഴിവ് കിട്ടാതെ. ഇതാണ് ഹൈന്ദവരുടെ വിശ്വാസം. ദൈവത്തിന്റെ കഴിവ് കിട്ടാതെ ഒരു പുൽക്കൊടി നീക്കാൻ ഒരു മഹാനെ കൊണ്ടും കഴിയില്ല എന്നുള്ള വിശ്വാസമാണ്. മനസ്സിലായോ? തൂണിലും തുരുമ്പിലൊക്കെ ദൈവമുണ്ടെന്ന വിശ്വാസം അല്ലേ? കണ്ടോ, ഞാനിപ്പോൾ ഈ മൈക്കനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എന്നെ പിരാന്തെന്നറിയില്ലേ? അറിയില്ലേ? തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഈ മൈക്കൊക്കെ എന്തുണ്ട്? ദിവ്യത്വമുണ്ട്. തൂണിനും തുരുമ്പൊക്കെ ആണല്ലോ ഇത്. ഇതിനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇതിനോട് ദുആ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കെട്ടിയുയർത്തിയ ജാറത്തിനോട് ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. മനസ്സിലായോ? അപ്പൊ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ അറിയോ? ദൈവം ഒന്നാണ്. ഖുൽ നബിയെ പറയണം, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യഖുൽ ലഹു കുഫുവൻ അഹദ്. ആ ദൈവത്തിന് തുല്യമായി, അള്ളാഹ്ക്ക് തുല്യമായി ഭൂമി ലോകത്തൊരു ശക്തിയും വേറല്ല, ഒരു വ്യക്തിയും വേറല്ല, ഒരു വസ്തുവും വേറല്ല. ഇവിടെയുള്ള ഹിന്ദുവിനെ സൃഷ്ടിച്ചതാരാ? അള്ളാഹുവാണ്. മുസ്ലിമിനെ സൃഷ്ടിച്ചതാരാ? അള്ളാഹുവാണ്. ക്രൈസ്തവനെ സൃഷ്ടിച്ചതാരാ? അള്ളാഹുവാണ്. ഈ വിശ്വാസമുള്ളിടത്തോളം നമുക്കിടയിൽ ഭിന്നത ഉണ്ടോ? ഇല്ല. എല്ലാവരെയും സൃഷ്ടിച്ചതൊരു ദൈവമാണെങ്കിൽ ഇനി എല്ലാവരും എന്ത് ചെയ്താൽ മതി? ആ ദൈവത്തിന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പ്രശ്നത്തിന് പരിഹാരമായോ? പിന്നെ തമ്മിൽ തല്ലേണ്ടി വരുമോ? പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കേണ്ടി വരുമോ? ഇല്ല. ബാക്കി നിയമങ്ങളൊക്കെ പിന്നെ. പ്രഥമമായ വിഷയം ലാ ഇലാഹ ഇല്ലല്ലയാണ്. സൃഷ്ടിച്ച റബ്ബിലേക്ക് എല്ലാവരും ഒരുപോലെ മടങ്ങുക. ആ മടക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജീവിതത്തിൽ ഖൈറും സമാധാനവും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഖുർആനിന്റെ കൽപ്പന. ഉണ്ടാക്കി അള്ളാഹു പറഞ്ഞ വിഷയം തുടർന്ന് അതേ ആയത്തിന്റെ തുടർച്ച, അതായത് സൂറത്തുൽ ബഖറയുടെ 21 ശേഷം അള്ളാഹു 22-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചത് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു പോയ വിഷയങ്ങളാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, അല്ലദീ അവൻ എങ്ങനെയുള്ളവനാണ്? ആ റബ്ബ്, നിങ്ങളുടെ രക്ഷിതാവ് അവൻ എങ്ങനെയുള്ളവനാണ്? ആ ദൈവം എങ്ങനെയുള്ളവനാണ്? അല്ലദീ അവൻ എങ്ങനത്തവനാണ്? ജഅല ലക്കുമുൽ അർള ഫിറാശാ,
ഈ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ, ഒരു മെത്തയെന്നോണമാക്കി തന്നവനാണവൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നവനാണവൻ. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് ഭൂമിയിലേക്ക് മഴയിറക്കി തരുന്നവനാണവൻ. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, ആ മഴ മുഖേന ഭൂമിയിലേക്ക് മഴ വന്ന് ഉമ്മ വെക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നത് ആ റിസ്ഖിനെ നിങ്ങൾക്ക്, ഈ മഴ മുഖേനയാണ് നിങ്ങൾക്ക് റിസ്ഖിനെ നൽകിയവനാണവൻ. അതുകൊണ്ട് ഫലാ തജ്അലൂ, ഫലാ നിങ്ങൾ അരുത് കേട്ടോ, ഫലാ തജ്അലൂ നിങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ വെക്കരുത്, ലില്ലാഹി അൻദാദാ, അല്ലാഹുവിന് നിങ്ങൾ ഇടയാളന്മാരെ ഉണ്ടാക്കരുത്, അല്ലാഹ്ക്ക് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. അള്ളാഹിനെ പോലെ വേറെ ഒരു വസ്തു ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റൂല. പാടുണ്ടോ? പാടില്ല. ഒരു മനുഷ്യനത് വാദിക്കൂല. നോക്കിങ്ങൾ ഏതെങ്കിലും ഒരു പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭൂമിയിൽ കാണുന്നൊരു അനുഗ്രഹം കയ്യിലെടുത്തിട്ടൊരു ഹൈന്ദവൻ പറയോ ഇത് ശ്രീകൃഷ്ണൻ സൃഷ്ടിച്ചാണെന്ന് പറയോ? എന്തേ പറയുള്ളൂ? ദൈവം സൃഷ്ടിച്ചതാണ് അല്ലേ, യേശുക്രിസ്തു സൃഷ്ടിച്ചതാണെന്ന് ക്രൈസ്തവർ പറയോ? പറയില്ല. അവിടെ കർത്താവ് എന്നാണ് പ്രയോഗിക്കുക. ആ കർത്താവ് ആരാന്നുള്ള വിഷയത്തിൽ വേറെ തർക്കമുണ്ട് ഓൽക്കടയിൽ. ഓല് നമ്മൾ തർക്കിക്കുന്ന വിഷയം വേറെ, പക്ഷേ പ്രയോഗം എന്താണ്? ആ ഒരു വിഷയത്തെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കാതലായി എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ റബ്ബാണ് നിങ്ങൾക്ക് നൽകിയത് എന്നതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച വിഷയം അന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ഫലാ തദ്ഉ നിങ്ങൾ വിളിക്കരുത്, നിങ്ങൾ ദുആ ചെയ്യരുത്, മഅല്ലാഹ് അള്ളാഹുവിന്റെ കൂടെ, അഹദൻ ഒരാളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. എന്തെങ്കിലും ഒരു സംശയത്തിൽ തോന്നുന്നുണ്ടോ? ലഫ്ള് നമ്മളിങ്ങനെ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിലും ഈ അർത്ഥത്തിൻ്റെ നേരിട്ട് ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന ഭാഷയിലാണ് അള്ളാഹു പഠിപ്പിച്ചത്. വ അന്നൽ മസാജിദ, തീർച്ചയായും പള്ളികൾ, ലില്ലാഹ് അള്ളാൻ്റെതാണ്, ഫലാ അരുത്, തദ്ഉ ദുആ അരുത്. എന്താ വരുത്? മഅല്ലാഹ് അള്ളാഹുവിൻ്റെ കൂടെ, കൂടെ, അള്ളാഹുവിൻ്റെ കൂടെ, അഹദൻ ഒരാളോടും, റബ്ബിൻ്റെ കൂടെ നിങ്ങൾ വേറൊരാളും വിളിച്ചെന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുതെന്ന് നേരിട്ട് പറയുമ്പോൾ മനുഷ്യന്മാർ വിളിക്കുകയാണ് വമ്പർത്ത തങ്ങളേന്ന്. ഇതാണ് പ്രശ്നം. ഇവിടെ നമുക്ക് പറ്റിയ പിഴവ്. അല്ല നമ്മളോട് പറഞ്ഞു പള്ളികൾ അള്ളാഹ്ക്കുള്ളതാണ്, നിങ്ങൾ അള്ളാനെ വിളിക്കാൻ അല്ലേ? കുട്ടീനെ തൊട്ടിയിട്ടാട്ടോ എങ്ങനെ നിങ്ങൾ വിശക്കുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ട്, ഞാൻ നിർത്തിയാൽ പോവാ, പ്രശ്നമൊന്നുമില്ല. നമുക്ക് അടുത്ത മാസം ബാക്കി പറയേ. സമയം അയക്കണമെന്ന് എനിക്കറിയാം, ഞാൻ കുറച്ച് ലേറ്റാണ്, ദൂരം നിന്ന് വരിക, കോയമ്പത്തൂരടുത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ലോങ് ഓടിയിട്ട് ഈ ട്രാഫിക് ഒന്നൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എന്നാലും കൂടെ ഒന്ന് സഹകരിക്കുമെന്ന് എനിക്കറിയാം കേട്ടോ. നമ്മൾ കുറേ എല്ലാം കാണൽ തുടങ്ങിയിട്ട്. പിന്നെ നമ്മളെന്താ പറഞ്ഞേ? ഒരു വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് ചോദിച്ചാൽ ഇതിലെന്തെങ്കിലും ഒരു ശക്ക്, എവിടെങ്കിലും ഒരു സംശയം അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ കുട്ടീനെ തൊട്ടിയിലിട്ടാട്ടൂലേ? എന്താ പാടല്? താരാട്ട് പാട്ടിന്റെ ലഫ്ള് ആദ്യം തന്നെ നമ്മളെന്താ പാടുക? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പാട്ട് കേൾക്കാതെ ഉറങ്ങിയ എത്ര ആൾക്കാരുണ്ട് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ? ഉണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ ലാ ഇലാഹ, ഇലാഹില്ല, ആരാധ്യനില്ല, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ. ഇതിങ്ങനെ പാടിയിട്ട് കുട്ടിനെ തൊട്ടിയിലിട്ട് ഇങ്ങനെ ആട്ടണീൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ മുട്ട തല ചുമരുമേ. അപ്പൊ എന്താ വിളിച്ചേ? ബദിരീങ്ങളെ എൻ്റെ കുട്ടീൻ്റെ തല. ഇപ്പൊ ചെല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ പോയി. ബദരീങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മളെ കൂടെ ബദരീങ്ങൾ സഹായിക്കാനുണ്ടോ? ഇല്ല.
ഗൈബിയായി നമ്മളെ സഹായിക്കാൻ, മറഞ്ഞ രൂപത്തിൽ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ എന്നുള്ള ഇസ്ലാമിന്റെ വിശ്വാസം നമ്മൾ തെറിച്ചു എന്നുള്ളതിന്റെ അടയാളത്. തെറിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറയുന്നത്? തിരിഞ്ഞിട്ടില്ലെങ്കിൽ ചോദിക്കണം കേട്ടാ, തിരിഞ്ഞിട്ടില്ലെങ്കിൽ ചോദിക്കണം. സംഭവം മനസ്സിലായുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കയമ്പ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാ. ബദരീങ്ങൾ മോശക്കാരൊന്നല്ല, ബദരീങ്ങൾ മോശക്കാരൊന്നല്ല. ബദർ ശുഹദാക്കൾ എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രഥമമായി തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട ആളുകളാണ് ആര്? ബദർ ശുഹദാക്കൾ. യാതൊരു തർക്കമല്ല. അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം ഒക്കെ വേണം. പക്ഷെ ആരാധന ആർക്കേ പാടുള്ളൂ? അത് അള്ളാഹ്ക്ക് മാത്രമുള്ളത്, അത് അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾ വേറെ ആൾക്ക് വകവെച്ച് കൊടുക്കരുത് എന്നാണ്. പക്ഷെ നമ്മൾ വകവെച്ച് കൊടുത്തു, നമ്മൾ വകവെച്ച് കൊടുത്തു. അവിടെയാണ് പ്രശ്നം. ആ വകവെക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മൾ ചോദിക്കും, നമ്മളെവിടെ വകവെച്ച്? നിങ്ങൾ പറയും എന്നല്ലേ നമ്മളോട് ചോദിക്കുക. എവിടെ വകവെച്ചിൻ്റെ ഒരു തെളിവ് പറയുന്നതാണ്. ഇവ തെളിവാണെങ്കിൽ അതും പറയാം, തെളിവാണെങ്കിൽ അതും പറയാം. എത്ര സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ബദർമാല തുറന്നു വെച്ച് പാടുമ്പോ വിശ്വാസി എന്ന നിലക്ക് ഇന്നത്തെ മുസ്ലിങ്ങൾ പാടുന്ന പാട്ടാണിത്. നിനക്ക് ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, വിഷമമുണ്ടോ, ദുഃഖമുണ്ടോ, നീ വിളിച്ചോ ബദർ ശുഹദാക്കളെ. കുൽനാദിയം മുസ്തൻജിദ യാ അഹ്ല ബദർ ശുഹദാ. 1000 വട്ടം വിളിച്ചോ നീ ബദർ ശുഹദാക്കളെ വിളിച്ചോന്ന്. ഇത് ബദർ ശുഹദാക്കളെ പഠിപ്പിച്ചല്ല, മാലക്കാരെ എഴുതിയതാ. ബദർ ശുഹദാക്കൾക്ക് ഈ വരിക്കും തമ്മിൽ ബന്ധമൊന്നുമില്ല അല്ലേ. ഷറഫലനാമിന്റെ കിതാബ് തുറന്നു വെച്ചിട്ട് പാടും, ഇർതകബ്തു അലൽ ഖാത്വാ غير حسر وعدد لك أشكو فيه يا سيدي خير النبي. നബി മോശക്കാരനാ ആണോ? അല്ലാണ്ട് റസൂല് മോശക്കാരനാ? ഒരിക്കലുമല്ല. ലോകത്തൊരു മഹാനുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചരിത്രം സൃഷ്ടിച്ചൊരു നേതാവുണ്ടെങ്കിൽ അത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളയാണ്. പക്ഷേ ആ റസൂലുള്ളാഹിനെ കുറിച്ച് ഈ എഴുതി വെച്ചത് തെറ്റാണ്. ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസിരിൻ വഅദദ്. നബിയെ തെറ്റുകൾ കുറേ ചെയ്തു പോയി റസൂലേ. പാപത്തിന്റെ വാഹനത്തിലാണ് ഞാനുള്ളത്. ഞാനിതാ ഇറക്കി വെക്കുന്നു എൻ്റെ റബ്ബിലേക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അള്ളാന്റെ റസൂലിനോട് പറയാണ്, എൻ്റെ പാപങ്ങൾ ഞാൻ ഇറക്കി വെക്കുന്നു റസൂലേ. എനിക്കിതാ ഞങ്ങൾ നിങ്ങളോട് ആവലാതി ബോധിപ്പിക്കുന്നു നബിയേന്ന്. ആ ബോധിപ്പിക്കൽ അള്ളാഹിനോട് ദീന് പഠിപ്പിച്ചത്. അത് റസൂലിനോടാക്കുമ്പോൾ ശിർക്കായി, അത് തെറ്റായി. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിങ്ങൾ അള്ളാഹിന്റെ കൂടെ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പടച്ചോൻ വ്യക്തമായി പഠിപ്പിച്ചത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ പറഞ്ഞാലും നിങ്ങൾ എന്നെ തല്ലും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഞാനിപ്പോൾ അവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെന്താ, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് വയ്ക്കൂല. ഇന്നത്തെ കാലത്തുള്ളൊരു പ്രത്യേകതയാണ്, ഇന്നോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ആരോടാ പറയാ? അടുത്തുള്ളവനോടാ പറയാ, എന്നോട് അറിയില്ല. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ആരോടാ പറയണ്ടേ? നിങ്ങളോടാ പറയണ്ടേ. പക്ഷെ ഇന്ന് നടക്കണത് എന്താ? നേരെ അപ്പുറത്ത് വെച്ച് ഓനോട് ചാരി കൊടുത്ത് അപ്പുറത്ത് ചാരി ഇപ്പുറത്ത് ചാരി ആ ചാരൽ നിർത്തിയിട്ട് നേരിട്ട് പറയാം കേട്ടോ. എന്തെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താ അറിയോ? നീച്ച് നിന്നിട്ടാണ് ചോദിക്കുക. ചോദിച്ചൂടെ? ഒരു പ്രശ്നമല്ല, നീച്ച് നിന്നിട്ട് ചോദിച്ചോളി. സംശയമുള്ളവർക്ക് ചോദിക്കാനൊക്കെ പറ്റിയൊരു വേദി തന്നെയാണിത്, ഒരു പ്രയാസമൊന്നുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഖുർആനും സുന്നത്തും ഒരു ആദർശമായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യത്തിൽ സംശയമില്ലാതെ നമ്മൾ സ്വീകരിക്കണം. സംശയമില്ലാതെ, അവിടെ എൻ്റെ വല്ലിപ്പ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ ഉപ്പാപ്പ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ ഉസ്താദിനെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയാ. അള്ളി റസൂലും പഠിപ്പിച്ചിട്ട് അപ്പുറത്തേക്ക് ഏത് ഹോജ വന്നിട്ടും കാര്യമല്ല.
സ്വീകരിക്കേണ്ടത് അള്ളാഹുവിനെ റസൂലിനെയാണ്. സംശയം ഉണ്ടോ നമുക്ക്? ഉണ്ടോ? അത് സ്വഹാബത്ത് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം. സ്വഹാബത്ത് സ്വീകരിച്ചതുപോലെ നോക്കിങ്ങൾ. ഞാനൊരൊറ്റ ആയത്തും കൂടി വിശദീകരിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയ വചനം, ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനെ എതിര് പ്രവർത്തിച്ചാൽ, ഖുർആനിലുള്ള പഠിപ്പിച്ചതാണ്, ആരാണോ അള്ളാഹുവിൻ്റെ റസൂലിന് എതിര് പ്രവർത്തിക്കുന്നത്, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ഒരാൾക്ക് വന്നു കിട്ടിയിട്ടും ഖുർആനിലെ ഒരായത്ത് നേരിട്ട് കണ്ടിട്ടും ഹദീസുകളിലെ ലഫ്ളുകൾ നേരിട്ട് കണ്ടിട്ടും ആ റസൂലുള്ള പഠിപ്പിച്ചതിന്, ഖുർആൻ പഠിപ്പിച്ചതിന് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ, എത്ര മനോഹരമാണ് അള്ളാന്റെ വാക്ക്. ഇതിന്റെ ഉസ്താദ് പറഞ്ഞതാണ്, വല്ലിപ്പ പറഞ്ഞതാണ്, ഹോജ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും റസൂലുള്ളാഹിക്ക് ഖുർആനിന് എതിര് പ്രവർത്തിച്ചാൽ, എന്നിട്ട് പടച്ചോൻ പറഞ്ഞ വാക്ക് മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം അതായത് തെളിവ് ഒരാൾക്ക് കിട്ടിയിട്ടും തെളിവ് സ്വീകരിക്കാതെ പഴയ ആചാരത്തിലേക്ക് തന്നെ നീങ്ങിപ്പോയാൽ, ഏത് പഴയ ആചാരം? അല്ലാഹു റസൂലും പഠിപ്പിച്ചതല്ല, എൻ്റെ വല്ലിപ്പ പഠിപ്പിച്ചത്, എൻ്റെ ഉപ്പൂപ്പ പഠിപ്പിച്ചതെന്ന് പറഞ്ഞ് ആരെങ്കിലും നീങ്ങി നിന്നാൽ, ഖുർആനും സുന്നത്തും സ്വീകരിക്കാതെ പോയാൽ, എന്നിട്ട് റബ്ബ് അവിടെ നിർത്തിയില്ല, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ, ഈ പറഞ്ഞ മുഅ്മിനീങ്ങൾ സ്വഹാബികളാണ്. സ്വഹാബത്ത് പഠിപ്പിക്കാത്ത ഒരാശയത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ, അല്ലാഹ് പഠിപ്പിക്കാത്ത ഒരാശയത്തെ ഒരാൾ സ്വീകരിച്ചാൽ, അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരാശയത്തെ ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ, അവരെക്കുറിച്ച് അല്ലാഹു പഠിപ്പിച്ചത് നുവല്ലിഹി മാ തവല്ലാ, അവർ തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നമ, അങ്ങനെ അവരെത്തുന്നത് നരകത്തിലായിരിക്കും. വസാഅത് മസീറാ, നരകം എത്ര ഭയാനകരമാണ്, നരകം എത്ര പേടിപ്പെടുത്തുന്ന ലോകമാണ്, എത്ര മോശപ്പെട്ട താവളമാണ്. അതുകൊണ്ടാണ് അല്ലാഹ് പഠിപ്പിച്ചത്, നിങ്ങളുടെ വിശ്വാസ വിഷയങ്ങളെ, നിങ്ങളുടെ കർമ്മ വിഷയങ്ങളെ, നിങ്ങളുടെ ആചാര വിഷയങ്ങളെ, നിങ്ങളുടെ അനുഷ്ഠാനങ്ങളെ, നിങ്ങളുടെ സ്വഭാവങ്ങളെ നിങ്ങൾ ക്രമീകരിക്കേണ്ടത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചത് പ്രകാരമായിരിക്കണം. ഇതൊരു മുസ്ലിമിനോടുള്ള കൽപ്പനയാണ്. നമ്മുടെ നാട്ടിൽ ലിബറൽ ചിന്തയുള്ളവർക്ക് ഇത് സ്വീകരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. 5 നേരം നിസ്കരിക്കുന്നൊരു മുഅ്മിനിന് ഇത് ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹനെ ഭയന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു മുസ്ലിമിന് ഇത് ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ശാശ്വതമായി ജീവിക്കുന്നവരല്ല. ഏത് നിമിഷവും നമ്മൾ യാത്ര പോകേണ്ടവരാണ്. ഏത് നിമിഷവും നമ്മൾ വിട പറഞ്ഞു പോകേണ്ടവരാണ്. ജീവിതത്തിൽ നിന്ന് നമ്മളോട് കൂടെ ജീവിച്ച പലരും നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നു എന്നുള്ളതും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പഠിപ്പിച്ചത്, മരണത്തിനെ ഓർത്തുകൊണ്ട് ജീവിക്കുമ്പോ നിങ്ങളുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും പിഴക്കാതെ നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ റുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടങ്ങിക്കോ. ഖുർആനിലേക്ക് മടങ്ങണം, ഹദീസിലേക്ക് മടങ്ങണം. അവിടെ എന്താണോ വിശ്വാസമായി പഠിപ്പിച്ചത്, ആ പ്രമാണത്തിൽ എന്താണോ ആചാരമായി പഠിപ്പിച്ചത്, ആ പ്രമാണത്തിൽ എന്താണോ അനുഷ്ഠാനമായി പഠിപ്പിച്ചത്, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇല്ലെങ്കിൽ മരണാനന്തര ജീവിതം പ്രയാസകരമാകും. നമ്മുടെ വല്ലിപ്പാരോ നമ്മുടെ ഉസ്താദുമാരോ നമ്മുടെ കാളിമാരോ ഇവരാരും നമ്മൾ ആഖിറത്തിലേക്ക് നമ്മളെ കൂടെ വരൂല. നമുക്ക് സപ്പോർട്ട് നിൽക്കാൻ ആരുണ്ടാവില്ല. ഞാൻ ചെയ്ത അമലുകൾക്ക് കണക്ക് പറയേണ്ടത് ഞാനാണ്. ഞാൻ ചെയ്ത തെറ്റിന്റെ കണക്ക് പറയേണ്ടത് ഞാനാണ്. അതുകൊണ്ട് എൻ്റെ റബ്ബ് എന്നെ എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ ആലോചിച്ച് അള്ളാഹും റസൂലും പറഞ്ഞത് സ്വീകരിക്കണോ അതല്ല മറ്റുള്ളവർ പറയുന്നത് സ്വീകരിക്കണോ എന്ന് ചിന്തിച്ചാൽ ഏതാ നമ്മൾ സെലക്ട് ചെയ്യുക? ഏതാ ചെയ്യുക? അള്ളാഹും റസൂലും പറഞ്ഞതാണ്. കാരണം എന്താണെന്നറിയെങ്കിൽ അള്ളാഹ് പറഞ്ഞത് പിഴക്കൂല, നേരെ മറിച്ച് മനുഷ്യൻ പറഞ്ഞത് എന്താവും? പിഴക്കും. പിഴക്കൂലേ? മനുഷ്യന്മാർ പറഞ്ഞത് പിഴക്കും, അള്ളാഹ് പറഞ്ഞത് പിഴക്കോ? പിഴക്കൂല. കാരണം അവനാണ് ഇവിടുത്തെ നന്മ തിന്മകൾ വിഹിതിക്കുന്നതും ക്രമീകരിച്ചതും, അല്ലെങ്കിൽ അത് കൃത്യമായി ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റെന്ന് വിവച്ഛേദിച്ചു തന്നത് റബ്ബാണ്. അതുകൊണ്ട് റബ്ബ് പറഞ്ഞിടത്ത് നിൽക്കുക. മനസ്സിലായോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ.
ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട സഹോദരിമാരോട് ഗൗരവമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ തൗഹീദുമായി ബന്ധപ്പെട്ട് പറയുന്നത് പോലെ തന്നെ സഹോദരിമാരെ, ഇബാദത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായി സൂക്ഷിക്കണം. നമ്മളൊരു ഒരു വഅള് അല്ലെങ്കിൽ ഒരു ക്ലാസ് എന്നുള്ളതൊക്കെ ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ കുട്ടിക്കളിയായിട്ടോ കാണാൻ പാടില്ല. അതിന് ആ രൂപത്തിലൊരു തമാശയായി നമ്മളിതിനെ കാണാതെ ആത്മാർത്ഥമായ നിലക്ക് നമ്മളിതിനെ സ്വീകരിക്കാം. ആലോചിച്ച് നോക്കി നിങ്ങൾ, ഞാനെന്ന ശരീരം ഇവിടെ ഉണ്ട്, ഇന്നിവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? നാളെ നേരം വെളുക്കുമ്പോൾ നമ്മുടെ വാട്സപ്പുകളിൽ ഒരു ഫോട്ടോൻ്റെ താഴെ ഇന്നയാൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വരുമ്പോൾ ആ ഫോട്ടോ നമ്മളാണെങ്കിൽ എന്താ അവസ്ഥ? നാളെ നേരം വെളുത്ത് വരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഫേസ്ബുക്കുകളിൽ ചർച്ച ചെയ്യുന്നത് എൻ്റെ മരണവാർത്തയാവാം, നമ്മുടെ മരണവാർത്തയാവാം. ആ മരണം ഏത് സമയത്താ വരിക നമുക്ക് പറയാൻ പറ്റൂല, ഏത് സെക്കൻഡിലാ വരിക നമുക്ക് പറയാൻ പറ്റൂല. തിന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താ? ഹറാമ് കണ്ടുകൊണ്ടിരിക്കെ മരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താ? അല്ലേ? പ്രത്യേക കാരണം വേണോ മരണത്തിന്? വേണോ? നമ്മൾ പറയില്ലേ, നിക്കിടീൻ്റെ അടക്കാണ്ട് തളർന്നു വീണതാണ് ആള്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് പറയാൻ പറ്റൂല. ജസ്റ്റ് ഒന്നുകൊണ്ട് പേച്ചാൽ മതി. ഒരു പ്രഷർ ഒന്ന് നിക്കിടീൻ്റെ അടക്കൊന്നാണ് കൂടിയാൽ തീർന്നു, അത്ര വരുള്ളൂ. സെക്കൻഡുകളുടെ മാറ്റം നമ്മുടെ ജീവിതം മാറി മറിയാൻ, മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും ആ മരണത്തെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇബാദത്തിൻ്റെ കാര്യമാവട്ടെ, നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയുടെ കാര്യമാകട്ടെ. ഇപ്പം ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൊബൈലുകളിലേക്ക് അഡിക്റ്റായി പോയി. നമ്മൾ മൊബൈലുകളിലേക്ക് അഡിക്റ്റായി, ശരിയല്ലേ? ആണ്. അടുക്കളയിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ പോലും നമ്മളെ കയ്യിൽ ഫോണാണ് അല്ലേ? രാത്രി കിടക്കുമ്പോൾ ഫോൺ എവിടെയെന്നാ തിരയാ അല്ലേ? ആ, നിങ്ങൾക്ക് കിട്ടണില്ല എന്നുള്ള പരാതിയപ്പം അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ, മക്കളെ കയ്യിലേക്ക് നമ്മളെ ഫോൺ പോകരുത്. ഒരു ഉമ്മ എന്ന നിലക്ക്, ഒരു കുടുംബത്തിലെ ഭരിക്കുന്ന ഭരണാധികാരി എന്ന നിലക്ക് മക്കളെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്തമല്ലേ? ഇല്ലേ? എങ്ങനെ നമ്മളെ ഫോൺ നമ്മളെ കുട്ടികൾക്ക് കിട്ടണത്? എങ്ങനെ നമ്മൾ കൊടുക്കണത്? ഇവിടെ എന്തരോ തുടക്കം. ഇപ്പോൾ ചെറിയ കുട്ടികളുള്ള അമ്മമാരോട് എനിക്ക് പ്രത്യേകം പറയുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഫോണിൻ്റെ വിഷയം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. നമ്മൾ ഫ്രീ ആകാൻ വേണ്ടി കുട്ടികളെ ഒറ്റക്കിരുത്താണ്. ഉമ്മാണ് ഫ്രീ ആകാൻ വേണ്ടി ആദ്യം കൊടുക്കുന്ന സാധനം എന്താ? ഫോണാണ് എടുത്തു കൊടുക്കും. അതെടുത്താൽ പിന്നെ ഓൻ്റെ ഒച്ചല്ല, ഓൻ്റെ ബഹളല്ല. ആ ഫോണിൻ്റെ ഒച്ച എങ്ങനെ കേൾക്കാന്നല്ലാതെ ഓനെ കൊണ്ട് വേറൊരു ശല്യം ഉണ്ടാവില്ല. അപ്പം ആ ശല്യം തീർക്കാൻ എന്താ ചെയ്യുക? ഫോണിൻ്റെ എടുത്തു കൊടുക്കും. പിന്നെ എന്താ സംഭവിക്കുക? നിങ്ങളെ കയ്യിൽ നിന്ന് കുട്ടി വഴി പിഴക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ, അന്ന് ഞാൻ കുറച്ച് പ്രയാസപ്പെട്ടിരുന്നെങ്കിൽ ഇന്നെൻ്റെ കുട്ടി ഇങ്ങനെ ആകൂലായിരുന്നു എന്ന് പിന്നെ നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിക്കൊള്ളി, ആത്മാർത്ഥമായിട്ട്. ഇതൊരു കുട്ടിക്കളി, ഒരു തമാശക്കളിയല്ല. മരിക്കും, നമ്മൾ മരിക്കും. 5 കഷ്ണം തുണിയിൽ 3 കഷ്ണം തുണിയിൽ നമ്മളെ പൊതിയും. അതല്ലാത്ത ഒരു സമ്പാദ്യവും ഈ ഭൂമി നമ്മൾ കൊണ്ടുപോകില്ല, ഈ ഭൂമി നമ്മൾ കൊണ്ടുപോകില്ല കേട്ടോ. മയ്യത്തിൻ്റെ 2 കാലും കൂട്ടിക്കെട്ടി തുറന്നു കിടക്കുന്ന വായക്ക് കൃത്യമായി തുണി കൊണ്ട് ചുറ്റി തലയുടെ ഭാഗത്തേക്ക് ചേർത്ത് കെട്ടി കഫൻ പുടവ എന്ന് നമ്മൾ പേര് വിളിക്കുന്ന, അല്ലെങ്കിൽ ദീന് പേര് വിളിച്ചിട്ടുള്ള പുടവയിൽ നമ്മളെ പൊതിയുന്നൊരു ദിവസം നമ്മൾ സമ്പാദിച്ചതിലെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതുവരെ അഴിച്ചു വെക്കും. ഒന്നും കൊണ്ടുപോകല്ല ഈ ദുനിയാവെന്ന്, ഒന്നും കൊണ്ടുപോകല്ല. ഒരു പല്ല് നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ല് വരെ അഴിച്ചു മാറ്റിയിട്ടാണ് മയ്യത്തുൽപ്പിക്കുക അല്ലേ? അതുവരെ അഴിച്ചു വെച്ചിട്ടേ പറഞ്ഞേക്കുള്ളൂ, ഒന്നും കൊണ്ടുപോകല്ല. മനസ്സിലായോ? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സമ്പാദ്യ മുതലിൽ നിന്ന് 3 കഫാന, അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. 3 കഷ്ണം തുണിയല്ലാതെ മനുഷ്യ നീ എന്തു കൊണ്ടുപോകാനാണ് ദുനിയാവിൽ നിന്ന്? അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ, നിന്റെ കയ്യിൽ നിനക്ക് കൊണ്ടുപോകാനുള്ളത് നിന്റെ സ്വതക്കയാണ്, നിന്റെ ഇബാദത്താണ്, നിന്റെ കർമ്മങ്ങളാണ്, നിന്റെ വിശ്വാസമാണ്, നിന്റെ ആചാരമാണ്. ആ കാര്യങ്ങൾ മാത്രമാണ് നിന്റെ ഖബറിൽ നിനക്ക് വെളിച്ചമായി ഉണ്ടാവുക. മരണം ഏത് സെക്കൻഡിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, ഞാനെന്ന തടി ഇവിടെ മരിച്ചു വീഴുമ്പോ എൻ്റെ കയ്യിൽ പാതേയമായി വല്ലതും വേണം, അമലുകളായി എൻ്റെ കരങ്ങളിൽ വല്ലതും വേണം. ആ അമലുകൾ നേടിയെടുത്ത് നിഷ്കളങ്കമായൊരു ജീവിതം നമ്മൾ നയിക്കണം. വെറുപ്പോ വിദ്വേഷമോ പകയോ കുശുമ്പോ വാശിയോ
ഇതൊക്കെ കൽബിലുണ്ടെങ്കിൽ എടുത്തെറിയണം. ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത കൽബ് വേണം. എന്നിട്ട് നല്ല ശുദ്ധമായ ഒരു ജീവിതം നയിക്കണം. എൻ്റെ കണ്ണുകൊണ്ട് ഞാനൊരു തെറ്റും കാണുന്നില്ല, എൻ്റെ കാതുകൊണ്ട് ഞാനൊരു തിന്മയും കേൾക്കുന്നില്ല, എൻ്റെ കൈകൾ കൊണ്ടൊരു ഹറാമും ഞാൻ പിടിക്കുന്നില്ല, എൻ്റെ കാലുകൊണ്ട് ഞാനൊരു ഹറാമിലേക്കും നടന്നു പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം. റബ്ബിൻ്റെ കോടതിയിലേക്ക് വേണ്ടി സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. നന്മകൾ വർദ്ധിപ്പിക്കാം. ഏറ്റവും കൂടുതൽ നന്മ എത്ര നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും വർദ്ധിപ്പിക്കുക. സ്വലാത്ത് പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കുക. മനസ്സിലായോ? ദിക്ർ പുണ്യമുള്ള കാര്യമാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച അദ്കാറുകൾ, ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തക്ബീറുകൾ, തഹ്മീദുകൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാവുക. ദിക്റുകളും ദുആകളും ജീവിതത്തിൽ മുറുകെ പിടിച്ചു പോവുക. ഇങ്ങനെ ഒരു കെട്ടുറപ്പുള്ള ജീവിതം, ഒരു ഭദ്രതയുള്ള ജീവിതം നമ്മൾ നയിച്ചിട്ട് വേണം ഈ ഭൂമിയിൽ നമുക്ക് യാത്ര പറഞ്ഞു പോകാൻ. എല്ലാ അർത്ഥത്തിലും നമ്മളിവിടെ നിന്ന് യാത്ര പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു ജീവിതക്രമമാണ് നമുക്ക് ആവശ്യം. ആ രൂപത്തിൽ തന്നെ ക്രമീകരിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ജീവിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ? പലരും ഖബറിലാണ്. നമ്മളോട് ഏറ്റവും കൽബിനെ അടുത്ത് നിന്ന പലരും ഇന്ന് ഖബറിലാണ്. എൻ്റെ ഉമ്മയെ ഞാൻ ഓർക്കാറുണ്ട്. ഏത് സമയത്തും എൻ്റെ മൈൻഡിലേക്കൊരു മരണവാർത്ത കേൾക്കുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ ഒരു അസുഖത്തെക്കുറിച്ച് കേൾക്കുമ്പോഴാവട്ടെ, എൻ്റെ ഉമ്മയുമായി ഞാൻ നിന്നിരുന്ന ബന്ധത്തെക്കുറിച്ചും ഉമ്മയെ പരിചരിച്ചിരുന്ന നിമിഷങ്ങളെക്കുറിച്ചും ഞാൻ ആഴത്തിൽ ഓർത്തുപോകുന്ന ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ഉമ്മെന്ന് ആറടി മണ്ണാകുന്ന ഖബറിലാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ കൂടെയുള്ള പലരും ആറടി മണ്ണാകുന്ന ഖബറിലേക്ക് പോയിട്ടുണ്ട് അല്ലേ? നമ്മുടെ കൂടെ ചേർന്നിരുന്ന പലരും ഇന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ പരലോകത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അവർക്കൊക്കെ അല്ലാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പക്ഷേ ഇവിടെ അതിനെ ഓർക്കുന്നിടത്ത് നമ്മളും ഒരുങ്ങുക എന്നുള്ളതൊരു പ്രധാന വിഷയം. നമ്മളും ഒരുങ്ങുക, തയ്യാറാവുക. നമ്മളിപ്പോൾ ഈ തൗഹീദിൻ്റെ വിഷയം ഇവിടെ പ്രധാനമായി പറയുമ്പോൾ ഈ വിഷയത്തെങ്ങനെ ഊന്നൽ നൽകി പറയാനുള്ള കാരണം തന്നെ നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് തൗഹീദിൻ്റെ വിഷയത്തിലായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിൽ പിഴവ് പറ്റിയാൽ സ്വർഗം അവന് ഹറാമാക്കപ്പെടുന്നതാണ്. നരകം അവൻ്റെ കേന്ദ്രമായി മാറും. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന, സ്വർഗത്തിലേക്ക് വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തുന്ന ആളുകളായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖബറിലേക്ക് നമ്മുടെ കൂട്ടുകാർ കുടുംബക്കാരൊക്കെ കൊണ്ടുപോയി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലോകം വേറെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ഓർമ്മ നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ളതാണ് ആത്മാർത്ഥമായി ഉണർത്താനുള്ളത്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഷിഫായിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ ഹിദായത്ത് ലഭിക്കാതെ ശിർക്കും തിന്മകളും ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് എന്ന വെളിച്ചം അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ, മുവഹിദുകൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് യാത്രയായവർ എല്ലാവർക്കും അള്ളാഹു അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും അറിഞ്ഞും അറിയാതെയും സംഭവിച്ച സകല പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദോടെ ആ പ്രഖ്യാപനത്തോടുകൂടി ഭൂമിയിൽ നിന്ന് യാത്ര പറയാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റി സലാമത്തുള്ള സമാധാനമുള്ളൊരു ജീവിതം ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഇരുലോകവും നമുക്ക് റബ്ബ് നൽകിയിട്ടുള്ള ഈ രണ്ട് ലോകവും സമാധാനമുള്ള ശാന്തിയുള്ള ലോകമാക്കി റബ്ബ് മാറ്റി തരുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിൻ്റെ മണ്ണിൽ വേദന കടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പാവങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമാറാകട്ടെ. അള്ളാഹു അവരെ സഹായിക്കുന്ന രൂപത്തിലുള്ള നല്ലൊരു സൂര്യോദയം
അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പട്ടിണിയുടെയും വിശപ്പിൻ്റെയും കാഠിന്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹു റിസ്ഖിനെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ മരിച്ചു വീഴുന്ന ആളുകൾ, മരണപ്പെട്ടു പോയിട്ടുള്ള യുദ്ധഭൂമികളിൽ പിടഞ്ഞു വീണിട്ടുള്ള ആളുകൾ അള്ളാഹു ശുഹദാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أصلح حال إخواننا وأهلينا في فلسطين. اللهم أصلح حال إخواننا وأهلينا في فلسطين. اللهم أصلح حال إخواننا وأهلينا في فلسطين. اللهم طهر المسجد الأقصى. اللهم طهر المسجد الأقصى. اللهم طهر المسجد الأقصى. اللهم احفظ المسجد الأقصى. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.